കേരളം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത, അല്ല, ഇന്ത്യ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഒരു വിധി പ്രസ്താവനയാണ് ഇന്നുണ്ടായിരിക്കുന്നത്. രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിൽ അത്യപൂർവ വിധി പ്രസ്താവനയുമായി മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി. കുറ്റകൃത്യം നടത്തിയവരെ മാത്രമല്ല, അതിൽ ഗൂഢാലോചനയുടെ ഭാഗമായവർക്കും വധശിക്ഷ തന്നെയാണ് നൽകിയിരിക്കുന്നത്. VG ശ്രീദേവിയാണ് വിധി പ്രസ്താവിച്ചത്. പ്രതികളെല്ലാം SDPI പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരാണ്. ഇത്രയധികം ആളുകൾ ഒരുമിച്ച് വധശിക്ഷ നൽകുന്നത് അത്യപൂർവമാണ്. മൊത്തം 15 പ്രതികളാണ് കേസിലുള്ളത്. ഈ 15 പേർക്കും വധശിക്ഷയാണ് ലഭിച്ചത്. 2021 ഡിസംബർ 19 പ്രതികൾ രഞ്ജിത്ത് ശ്രീനിവാസനെ കൊലപ്പെടുത്തിയത്. അതേസമയം ജീവപര്യന്തം പ്രതീക്ഷിച്ചവർക്കും വധശിക്ഷയാണ് കേസിൽ ലഭിച്ചത്. 12 പ്രതികൾ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തു എന്നതാണ് കോടതിയുടെ കണ്ടെത്തൽ. 3 പേർ ഗൂഢാലോചനയിൽ പങ്കാളികളായി 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്കെതിരെ കൊലക്കുറ്റം ചുമത്തി. ബാക്കി 7 പ്രതികൾ ക്രിമിനൽ ഗൂഢാലോചനയിൽ പങ്കെടുത്തു എന്നുമായിരുന്നു കോടതിയുടെ കണ്ടെത്തൽ. സാധാരണ കൃത്യം നടത്തിയവരിൽ തന്നെ എല്ലാവർക്കും വധശിക്ഷ നൽകാറില്ല. ആദ്യ 1-2 പേർക്ക് വധശിക്ഷയും പിന്നെ ഉള്ളവർക്ക് ഇരട്ട ജീവപര്യന്തം അടക്കമുള്ളതായിരിക്കും ശിക്ഷയായി സാധാരണ നൽകുന്നത്. എന്നാൽ അതിനെല്ലാം മാറ്റിമറിച്ചുള്ള അത്യപൂർവ വിധിയാണ് മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതിയിൽ നിന്നുണ്ടായത്. SDPI സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന KN ഷാൻ കൊല്ലപ്പെട്ടതിന് പിറ്റേന്ന് രാവിലെയാണ് രഞ്ജിത്ത് ശ്രീനിവാസനെ വെട്ടിക്കൊലപ്പെടുത്തിയത്. ആലപ്പുഴ നഗരത്തെ ഞെട്ടിച്ച കൊലപാതകമായിരുന്നു ഇത്. 2021 ഡിസംബർ 19 ഈ കൊലപാതകം നടന്നത്. ആലപ്പുഴ വെള്ളക്കിണറുള്ള വീട്ടിൽ അതിക്രമിച്ചു കയറിയ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ അമ്മയുടെയും ഭാര്യയുടെയും മകളുടെയും മുന്നിൽ വെച്ചാണ് രഞ്ജിത്തിനെ കൊലപ്പെടുത്തിയത്. ആലപ്പുഴ ജില്ലയിൽ തുടർച്ചയായി നടന്ന 3 രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ അവസാനത്തേതായിരുന്നു അത്. അതേസമയം പ്രതികളിൽ നിന്ന് ഈടാക്കുന്ന പിഴത്തുക 6 ലക്ഷം രൂപ രഞ്ജിത്തിന്റെ കുടുംബത്തിന് നൽകാനും കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. വിധിയിൽ സംതൃപ്തരാണെന്നും രഞ്ജിത്തിന്റെ കുടുംബം പറഞ്ഞു. 770 ദിവസമായുള്ള കാത്തിരിപ്പിനാണ് അവസാനമായത്. ഞങ്ങളുടെ നഷ്ടം വളരെ വലുതാണ്. എങ്കിലും കോടതി വിധിയിൽ ആശ്വാസമുണ്ട്. ഒരു കൊലപാതകത്തിന്റെ രീതിയിൽ ഉൾപ്പെടില്ല ഇത്. വായ്ക്കരി ഇടാൻ പോലും പറ്റാത്ത രീതിയിൽ അവർ കൊലപാതകം നടത്തിയത്. അത് കണ്ടത് ഞാനും അമ്മയും അനിയനും എൻ്റെ മകളുമാണെന്ന് രഞ്ജിത്തിന്റെ ഭാര്യ പറയുന്നു. ഇത്രയും വധശിക്ഷ ഒരുമിച്ച് നൽകിയതുമായി ബന്ധപ്പെട്ട് നിയമപ്രശ്നം തന്നെ നിലനിൽക്കുന്നുണ്ട് എന്ന് അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി പറയുന്നു. അപൂർവങ്ങളിൽ അപൂർവമായ കേസുകൾക്ക് മാത്രമേ വധശിക്ഷ നൽകാവൂ എന്ന് സുപ്രീം കോടതി മാർഗനിർദ്ദേശമുണ്ട്. പ്രതിയുടെ മനോനില, മുൻ പ്രവർത്തികൾ എന്നിവ കൂടി കണക്കിലെടുത്ത് റിപ്പോർട്ടുകൾ പരിഗണിച്ച് മാത്രമേ ഇപ്പോൾ വധശിക്ഷ വിധിക്കാൻ പറ്റൂ. കേസിൽ 7 പ്രതികൾ മാത്രമാണ് നേരിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. എന്നാൽ മുഴുവൻ പ്രതികൾക്കും വധശിക്ഷ നൽകുന്നതിൽ വലിയ നിയമപ്രശ്നമുണ്ട്. അത് മേൽക്കോടതികളിൽ ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ളത് ഉറപ്പാണെന്നും പ്രിയദർശൻ തമ്പി പറയുന്നു. ഇന്ത്യൻ നിയമം ഇപ്പോൾ അധികം വധശിക്ഷ പ്രോത്സാഹിപ്പിക്കാറില്ല. അങ്ങനെയുള്ളപ്പോൾ കേസിൽ നേരിട്ട് പങ്കുപോലും ഇല്ലാത്തവർക്ക് വധശിക്ഷ നൽകുന്നത് നിയമപ്രശ്നമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.